ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ സ്വപ്നഭൂമിയാണ് അമേരിക്ക. ഒരു വിസിറ്റർ വിസയോ സ്റ്റുഡന്റ് വിസയോ അല്ലെങ്കിൽ H1B പോലുള്ള വർക്ക് വിസയോ ഒക്കെ സ്വന്തമാക്കി അമേരിക്കയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കാത്തവർ ചുരുക്കമായിരിക്കും. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അമേരിക്കൻ വിസ മോഹികൾക്ക് അല്പം ആശങ്കയുണ്ടാക്കുന്നതാണ്. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വിസ ചട്ടങ്ങളിൽ അതീവ ഗുരുതരമായ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. ഇനി മുതൽ വിസ ഇന്റർവ്യൂവിന് പോകുന്ന ഓരോ അപേക്ഷകനും 2 പ്രധാന ചോദ്യങ്ങളെ നേരിടേണ്ടി വരും. ആ ചോദ്യങ്ങൾക്കുള്ള നിങ്ങളുടെ മറുപടി അതെ എന്നാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങളുടെ വിസ നിരസിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്താണ് ഈ പുതിയ നിയമം? ആരെയാണ് ഇത് ബാധിക്കുക? എന്തിനാണ് അമേരിക്ക ഇങ്ങനൊരു കർശന നിലപാട് സ്വീകരിക്കുന്നത്? ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് വിശദമായി പരിശോധിക്കാം. ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് വിസ അപേക്ഷകർ സ്വന്തം രാജ്യത്ത് പീഡനങ്ങളോ സുരക്ഷാ ഭീഷണികളോ നേരിടുന്നില്ലെന്ന് ഇനി രേഖാമൂലം അല്ലെങ്കിൽ വാക്കാൽ ഉറപ്പു നൽകണം. ഇതിനായി കോൺസുലർ ഓഫീസർമാർക്ക് പുതിയ മാർഗനിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു. വിസ അഭിമുഖത്തിനിടെ അപേക്ഷകരോട് പ്രധാനമായും 2 ചോദ്യങ്ങളാണ് ചോദിക്കുക. ഒന്നാമത്തെ ചോദ്യം, നിങ്ങളുടെ സ്വന്തം രാജ്യത്തോ അല്ലെങ്കിൽ നിലവിൽ താമസിക്കുന്ന രാജ്യത്തോ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള പീഡനങ്ങളോ ഉപദ്രവങ്ങളോ നേരിട്ടിട്ടുണ്ടോ? രണ്ടാമത്തെ ചോദ്യം, നിങ്ങളുടെ രാജ്യത്തേക്ക് തിരിച്ചു പോകുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഭയമുണ്ടോ? ഈ 2 ചോദ്യങ്ങൾക്കും ഇല്ല എന്ന് തന്നെ നിങ്ങൾ ഉത്തരം പറയണം. എങ്കിൽ മാത്രമേ വിസ നടപടികൾ മുന്നോട്ട് പോകൂ. മറിച്ച് ഉണ്ട് എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങളുടെ വിസ അപേക്ഷ അപ്പോൾ തന്നെ തള്ളിക്കളയാൻ ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ടെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തിനാണ് അമേരിക്ക ഇത്രയും കടുത്ത ഒരു നിയമം കൊണ്ടുവരുന്നത്? അതിന്റെ പ്രധാന ലക്ഷ്യം അബ്യൂസ് ഓഫ് അസൈലം സിസ്റ്റം തടയുക എന്നതാണ്. പലപ്പോഴും ടൂറിസ്റ്റ് വിസയിലോ സ്റ്റുഡന്റ് വിസയിലോ അമേരിക്കയിൽ എത്തുന്നവർ അവിടെ എത്തിക്കഴിഞ്ഞാൽ തങ്ങളുടെ രാജ്യത്ത് ജീവിക്കാൻ ഭയമാണെന്നും രാഷ്ട്രീയമായോ മതപരമായോ പീഡനങ്ങൾ നേരിടുന്നെന്നും കാണിച്ച് അഭയാർത്ഥിയായി കഴിയാൻ അപേക്ഷിക്കാറുണ്ട്. വൻതോതിലുള്ള ഇത്തരം അപേക്ഷകൾ അമേരിക്കൻ കുടിയേറ്റ സംവിധാനത്തെ സമ്മർദ്ദത്തിലാക്കുകയാണ് ചെയ്യുന്നത്. വിസ അപേക്ഷകർ തങ്ങളുടെ വിസയുടെ യഥാർത്ഥ ഉദ്ദേശം മറച്ചുവെച്ച് പിന്നീട് അഭയം തേടുന്നത് തടയാനാണ് ട്രംപ് ഭരണകൂടം ഈ കർശനമായ സ്ക്രീനിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിസ ലഭിക്കുന്നതിന് മുൻപേ തന്നെ നിങ്ങൾക്ക് നാട്ടിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയിപ്പിക്കുന്നതിലൂടെ ഭാവിയിൽ അമേരിക്കയിൽ ചെന്ന് അഭയം ചോദിക്കാനുള്ള നിയമപരമായ പഴുതുകൾ അടയ്ക്കുകയാണ് ലക്ഷ്യം. ഈ നിയമം ഏതെങ്കിലും ഒരു പ്രത്യേക വിസയെ മാത്രമല്ല ബാധിക്കുന്നത്. മിക്കവാറും എല്ലാ നോൺ ഇമിഗ്രന്റ് വിസ വിഭാഗങ്ങളെയും ഇത് ബാധിക്കും. ടൂറിസ്റ്റുകൾക്കും ബിസിനസ് ആവശ്യങ്ങൾക്കുമായി പോകുന്നവരെയും ഉപരിപഠനത്തിനായി പോകുന്ന വിദ്യാർത്ഥികളെയും ബാധിക്കും. IT മേഖലയിലും മറ്റും ജോലിക്ക് പോകുന്ന പ്രൊഫഷണലുകൾക്കും എക്സ്ചേഞ്ച് വിസിറ്റേഴ്സിനും ഇതൊരു വലിയ വെല്ലുവിളിയായിരിക്കും. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ഇത് തിരിച്ചടിയാകുന്നത്. അപേക്ഷകന്റെ ഉദ്ദേശം വ്യക്തമാണെങ്കിലും ഇന്റർവ്യൂവിലെ ചെറിയൊരു പിഴവ് വിസ നിഷേധത്തിലേക്ക് നയിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. പുതിയ വിസ നിയമത്തിനെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട്. മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നത് ഈ നിയമം യഥാർത്ഥത്തിൽ പീഡനങ്ങൾ നേരിടുന്നവരെ കൂടുതൽ അപകടത്തിലാക്കുമെന്നാണ്. ഉദാഹരണത്തിന്, ഒരാൾ തന്റെ നാട്ടിൽ മതപരമായ വിവേചനമോ രാഷ്ട്രീയപരമായ വേട്ടയാടലോ നേരിടുന്നുണ്ടെങ്കിൽ അയാൾക്ക് വിസ ലഭിക്കണമെങ്കിൽ അത് ഒളിച്ചു വെക്കേണ്ടി വരും. ജീവൻ രക്ഷിക്കാൻ വേണ്ടി വിദേശത്തേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ നിയമം വലിയൊരു തടസ്സമാണ്. വിസയ്ക്ക് വേണ്ടി നാട്ടിൽ പ്രശ്നമില്ല എന്ന് കള്ളം പറയേണ്ടി വരുന്നത് ഭാവിയിൽ അവർക്ക് നിയമപരമായി വലിയ ബാധ്യതകൾ ഉണ്ടാക്കുകയും ചെയ്യും. മാത്രമല്ല, അമേരിക്ക നൽകി വരുന്ന അഭയം നൽകൽ എന്ന നയത്തിന് വിരുദ്ധമാണിതെന്ന് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നു. അമേരിക്ക ഇനി ലോകത്തിലെ അഭയസ്ഥാനമല്ല എന്ന സന്ദേശമാണ് ഈ മാറ്റത്തിലൂടെ നൽകുന്നതെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. നിങ്ങളൊരു അമേരിക്കൻ വിസയ്ക്ക് അപേക്ഷിക്കാൻ തയ്യാറെടുക്കുകയാണെങ്കിൽ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വിസ ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തവും കൃത്യവുമായ മറുപടി നൽകണം. പീഡനങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ മറുപടി നൽകാൻ തയ്യാറെടുക്കുക. നിങ്ങളുടെ യാത്രാ ഉദ്ദേശം തെളിയിക്കുന്ന രേഖകൾ കൃത്യമായി കൈവശം വെക്കുക. ടൂറിസ്റ്റ് വിസയാണെങ്കിൽ സന്ദർശിക്കേണ്ട സ്ഥലങ്ങളുടെ വിവരങ്ങളും സ്റ്റുഡന്റ് വിസയാണെങ്കിൽ പഠന വിവരങ്ങളും കൃത്യമായിരിക്കണം. നിങ്ങൾ യാത്ര കഴിഞ്ഞ് തീർച്ചയായും നാട്ടിലേക്ക് മടങ്ങി വരുമെന്ന് ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തണം. നാട്ടിലുള്ള നിങ്ങളുടെ സ്വത്ത് വിവരങ്ങൾ, ജോലി, കുടുംബം എന്നിവ ഇതിന് തെളിവായി ഉപയോഗിക്കാം. സങ്കീർണമായ കേസുകളാണെങ്കിൽ ഒരു ഇമിഗ്രേഷൻ വിദഗ്ധന്റെ ഉപദേശം തേടുന്നത് നന്നായിരിക്കും. അമേരിക്കൻ വിസ ചട്ടങ്ങളിലെ ഈ മാറ്റങ്ങൾ കുടിയേറ്റ നയങ്ങളിൽ വലിയൊരു യുഗമാറ്റത്തിന്റെ സൂചനയാണ്. ദേശീയ സുരക്ഷയ്ക്കും സിസ്റ്റത്തിന്റെ സുതാര്യതയ്ക്കും ഇത് അത്യാവശ്യമാണെന്ന് ഭരണകൂടം വാദിക്കുമ്പോൾ മാനുഷിക മൂല്യങ്ങളെ ഇത് തകർക്കുന്നു എന്ന വിമർശനം മറുവശത്തുണ്ട്. എന്തായാലും അമേരിക്കയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ഈ പുതിയ ചട്ടങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. ഒരു ചെറിയ അശ്രദ്ധ നിങ്ങളുടെ സ്വപ്നയാത്രയെ തടസ്സപ്പെടുത്തിയേക്കാം.